ഹലോ എവരിവൺ, എല്ലാവർക്കും ഒരു സ്ട്രാറ്റജി വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും SSC CGL 2025 നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് August 13 മുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 2 months നമുക്ക് ടൈം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 2 monthsനുള്ളിൽ നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നിങ്ങൾ എങ്ങനെ ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ടാക്കിൾ ചെയ്ത് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എങ്ങനെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് CGL എക്സാം എഴുതുന്ന, സീരിയസ് ആയിട്ട് ജോലി വേണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓരോ ലെവലിലുള്ളവരും, ബിഗിനർ ആയിട്ടുള്ളവരായിക്കോട്ടെ, കുറച്ച് പഠിച്ചവരായിക്കോട്ടെ, അഡ്വാൻസ് ആയിട്ടുള്ളവരായിക്കോട്ടെ, അപ്പോൾ ഇങ്ങനത്തെ ഉള്ള എല്ലാ ലെവലിലുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു മാത്സ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കി ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം, ഇതിനു വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന. അപ്പോൾ ഒരു റിയാലിറ്റി ചെക്ക് നമ്മൾ എന്ത് ചെയ്യാണ് നടത്തുകയാണ്, നമ്മളൊരു റിയാലിറ്റി ചെക്കാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങൾ എത്ര പേര് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചു എന്നുള്ള കാര്യം. എപ്പോഴും നിങ്ങളൊരു SSC എക്സാം ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ ഏറ്റവും പെട്ടെന്ന് ഇപ്പം തന്നെ നിങ്ങൾ കാണും, നോട്ടിഫിക്കേഷൻ വന്നിട്ട് വെറും 2 മാസമാണ് നമുക്ക് എക്സാമിന് വേണ്ടി ഉള്ളത്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യവും പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. SSC CGL എന്ന് പറയുന്ന എക്സാം അത് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇതുവരെ ഒരു പ്രിപ്പറേഷനും സീരിയസ് ആയിട്ട് നടത്തിയിട്ടില്ല. CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ കാണാം. പക്ഷേ നമ്മളുടെ എക്സാം എഴുതുന്ന ആൾക്കാരിൽ ഒരു 90% 95% പോയും ഒരിക്കലും 2 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് ഈ CGL പോലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എഴുതിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഇവിടുത്തെ കോമ്പറ്റീഷൻ്റെ ഒരു പ്രശ്നമാണ്. നിങ്ങളിവിടെ 2 മാസം കൊണ്ട് പഠിക്കുമ്പോൾ അതിന് 12, 13, 15, 20 മാസമൊക്കെ പഠിച്ച ആൾക്കാർ കാണും. അപ്പോൾ അവരോട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആരെങ്കിലും നിങ്ങളെ പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ നോർമൽ ആയിട്ടുള്ളൊരു സിനാരിയോ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് ഏറ്റവും ബിഗിനർ ആയിട്ട് വരുന്ന, അപ്പോൾ ഞാൻ ബിഗിനർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സിലബസ് എക്സാം എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞു വന്നതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് സിലബസ് ഒക്കെ കണ്ടു, ഫുള്ള് പഠിച്ചിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർ അല്ലെങ്കിൽ പകുതി ആയവർ. ഇപ്പോൾ ഞാൻ മാത്സിൻ്റെ കാര്യം മാത്രം പറയുകയാണ്, ഞാൻ ഈ ഒരു സെഷനിൽ മാത്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ മാത്സിനെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യാനാണ്, ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, സിലബസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പഠിച്ചു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, ഏകദേശം അവിടുന്ന് ഇവിടുന്ന് പഠിച്ചു. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു ജനുവരി ആയപ്പോൾ തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊക്കെ മാത്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ മാത്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പഠിച്ചവർ കാണും. അതായത് അവരെ നമുക്ക് ഇന്റർമീഡിയറ്റ്, ഇപ്പോൾ ഈ ഒരു ജനുവരി സമയത്ത് അല്ലെങ്കിൽ ഒരു 6 to 7 മാസം കൊണ്ട് പഠിച്ചു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉള്ള ആൾക്കാർ. ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം എന്താണ്, അവർ സിലബസ് അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന പറയുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുകളുടെ എല്ലാം ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്ലാസ് നോട്ട് അത്യാവശ്യം എന്ത് ചെയ്തു, ക്ലാസ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ബുക്ക് പിനാക്കലിന്റെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാതെ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു തവണ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളവരായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി അടുത്ത 3ാമത്തെ ആൾക്കാരാണ് നമ്മുടെ അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാർ. എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും, അവർ ഒരു വട്ടം ഈ ഒരു ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ക്ലാസ് നോട്ടുകളെല്ലാം കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മൾട്ടിപ്പിൾ റിവിഷൻ ചെയ്തവരായിരിക്കും. മൾട്ടിപ്പിൾ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്തവർ. ഞാൻ ഇത്രയും ഒരു കാറ്റഗറീസിലാണ് ഞാൻ ആൾക്കാരെ പെടുത്തുന്നത്. അപ്പൊ ഇവർക്ക് ഓരോ ആൾക്കാർക്കും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കൂടുതൽ കാര്യങ്ങൾ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയാം. ഇപ്പൊ Tier 1 എക്സാമിന് നമുക്ക് മാത്സിന്റെ 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 25 ക്വസ്റ്റ്യൻസിൽ 25 ചെയ്യാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ അത് നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടിരിക്കും. മെയിൻസിന് Tier 2 എക്സാമിന് 30 ക്വസ്റ്റ്യൻസ്, അത് 90 മാർക്കാണുള്ളത്. ഭയങ്കര റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു മെയിൻസിന്റെ 30 ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഈ 2 മാസം കൊണ്ട് നമുക്ക്
എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം. നേരത്തെ ഒരു ലോങ് വിഷനിൽ പഠിക്കുന്നവരാണെങ്കിൽ tier 2 മനസ്സിൽ കണ്ടായിരിക്കും അവർ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ മെയിൻസിന്റെ കാര്യം അധികം പറയുന്നില്ല. tier 1 നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസിൽ മാക്സിമം എങ്ങനെ നിങ്ങൾ കഴിഞ്ഞ കട്ട് ഓഫ് കണ്ടു കാണും, 200ൽ 153 ആണ്. അതിന്റെ അർത്ഥം നല്ല ലെവലിൽ മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് എന്നീ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്നീ സബ്ജക്റ്റുകളിലാണ് ഫുൾ മാർക്ക് വാങ്ങാനുള്ള സാധ്യതയുള്ളത്. ജി കെയിലെ കാര്യം എന്താണ്, നമുക്ക് അൺസർട്ടൺ ആണ്. അപ്പൊ അതുകൊണ്ട് മാത്സിൽ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ മാക്സിമം മാർക്ക് വാങ്ങുക, ഫുള്ളില്ലെങ്കിലും മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും മാർക്ക് വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് നമ്മളുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ്. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഒരു പരിചയത്തിന് വേണ്ടി നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ എക്സാം നിങ്ങൾ എഴുതുക നന്നായിട്ട് പഠിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ എഴുതുക. ഈ കുറഞ്ഞ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 2 മാസം നിങ്ങൾക്ക് പ്രിലിംസ് എഴുതാം. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ആയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത CGL 2026 അല്ലെങ്കിൽ അടുത്ത വരുന്ന CHSL എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തവണ ഒന്ന് പൊരുതി നോക്കാൻ നിങ്ങൾക്ക് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിഗിനർ ആയിട്ടുള്ളവർക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് CGL 2026 മാത്സ് തന്നെ പഠിച്ചു തുടങ്ങുക. ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ ഒട്ടും അറിയില്ല എന്നുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം, കാൽക്കുലേഷൻ മുതൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യണം, ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ എടുത്ത് പഠിക്കാം. അതിൻ്റെയൊക്കെ ഓൺലൈനിലുള്ള ക്ലാസ്സുകളുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി അത്യാവശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞു ഒരു 2 മാസം മുന്നേ പഠിച്ചു തുടങ്ങിയവരാണ്, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നു, 2 to 3 മാസം മുന്നേ പഠിച്ചവരാണ്, ജസ്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈ 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്ലാസ് ഒന്നും കണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പിനാക്കിളിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സിന്റെ കാര്യം പറയുകയാണ്, മാത്സിന്റെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് CGL വന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വിത്ത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ നമ്പേഴ്സിലൊക്കെ കോൺടാക്ട് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്താണ്, അവിടുത്തെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് കുറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ ലെസ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ എല്ലാ ടോപ്പിക്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തായിരിക്കും, അവിടെ നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടില്ല അല്ലെ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലാസ് ആണ് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നേ ഉള്ളൂ, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് മാത്സിന് എന്ത് വേണം, ഞാൻ സ്ട്രാറ്റജി വീഡിയോ എന്റെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്സിന് നിങ്ങൾക്ക് ആദ്യമേ കാൽക്കുലേഷൻ, ഡെയിലി സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചാനലിലുണ്ട്, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ദിശ എന്ന് നോക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങൾ ഇപ്പം മുതലെങ്കിലും 60 ദിവസത്തേക്ക് വേണ്ടി, നിങ്ങൾ 60 ദിവസത്തേക്കേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 60 ദിവസത്തേക്കെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. അപ്പൊ ഈ 2 മാസം നിങ്ങളുടെ കാൽക്കുലേഷൻ തന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ടോപ്പിക്കിലും എന്ത് ചെയ്യാൻ കിട്ടും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ കൺസെപ്റ്റ് ആയിരിക്കത്തില്ല പഠിക്കുന്നത്. കുറച്ചൊരു ബേസ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു എക്സാമിന്റെ ലെവലിലോട്ട് നിങ്ങൾക്ക് ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ലെവലിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വരാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർ എന്തേ ചെയ്തേ പറ്റൂ, അല്ലാത്തവർ പഠിച്ചെങ്കിലേ പറ്റൂ. നമുക്ക് ഒരു 8 മാസം അല്ലെങ്കിൽ 6 മാസം പഠിക്കേണ്ട സാധനമുണ്ട്, അത് 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അവര് അത് സ്വയം തിരിച്ചറിയുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫുൾ ആയിട്ടുള്ള ക്ലാസ് പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് തപ്പി പോകേണ്ടി വരരുത്, അങ്ങനെയുള്ള രീതിയിൽ പഠിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നവരാണെന്ന്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് പൊരുതി നോക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പൊരുതി നോക്കുക. ആ പൊരുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആ എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ വരും, പഠിക്കാനുള്ള ഒരു തീ വരും. ആ തീയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഇനി സമയമില്ല 2 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാത്സ് അല്ലേ ഒരുപാടുണ്ട് പഠിക്കാം, പിന്നെ ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങാം, എന്നിട്ട്
എന്ന് പറഞ്ഞ് ഒരു തണുപ്പം മട്ടിലിരിക്കുന്നവരാണെങ്കിൽ എന്ത് കാര്യമില്ല, അടുത്ത എക്സാമിന് നിങ്ങൾ ആ ഒരു തണുപ്പം മട്ടിൽ തന്നെ പോവുക തന്നെ ചെയ്യും. ഇപ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബിഗിനേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അവർക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ, ഒരു 2-3 മാസം നിങ്ങൾ ഈ മാത്സ് തുടങ്ങിയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആയിരിക്കും അവിടെ ഉള്ളത്. ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും കുറഞ്ഞ ടൈമിൽ മാത്സ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യും, അവിടെ കവർ ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്ത ലെവലിലുള്ള, അപ്പൊ ഇത് നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് ആണ്. നിങ്ങൾക്ക് ഈ റാങ്ക് മേക്കിംഗ് സീരീസും മാത്സിന്റെ ക്രാഷ് കോഴ്സ് ഉണ്ട്, അതുപോലെ CGL ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, മാത്സ് CGL 25 വേണ്ടി. ഇതെല്ലാം ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ കുറച്ച് പഠിച്ചവർക്ക് ഇത് പറ്റത്തുള്ളൂ. എന്നാൽ ഇന്റർമീഡിയറ്റ് ലെവലുള്ള ഇവരാണ് എന്ത് ചെയ്യാനുള്ളത്, ഇവർക്കാണ് ഇന്റർമീഡിയറ്റ് ലെവലുള്ള ആൾക്കാരാണ്, അവരായിരിക്കും ഭൂരിഭാഗവും. അതായത് CGL 2024 കുറച്ച് മാർക്കിന് പോയവർ കാണും, 23 പോയവർ കാണും, അല്ലെങ്കിൽ അന്ന് തൊട്ടേ പഠിക്കുന്നവർ കാണും. അപ്പൊ ഇവർ എന്താണ്, സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്, ഇവര് ഇതിന് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ജനുവരിയിൽ പഠിച്ചു തുടങ്ങിയവരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ട് മാത്സ് ഒക്കെ സെറ്റ് ആയിട്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്താണ് കൂടുതൽ ചാൻസ് ആണ്. ഒരു വട്ടം നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ അവർക്കാണ് എന്തെന്ന് പറയുന്നത്, ഈ ക്രാഷ് കോഴ്സ് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഒരു വട്ടം ഈ സിലബസ് എല്ലാം ഒരു റൗണ്ട് കണ്ടതാണ്. അപ്പോൾ ആ ഒരു റൗണ്ട് കണ്ട ആ ഒരു കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ ക്രാഷ് കോഴ്സിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി ബാക്കി ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്, ഞാൻ പറയാനുള്ള കാര്യം. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം, ബിഗിനർ ആയിട്ടുള്ളവർ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ ഡെയിലി നിങ്ങൾ ചെയ്തിരിക്കണം. ഈ 60 ദിവസവും ഇത്രയും ദിവസം ചെയ്യുന്നതാണ് കാൽക്കുലേഷൻ്റെ എക്സസൈസ് ഡെയിലി ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, 100 ക്വസ്റ്റ്യൻ ഒരു ദിവസം ചെയ്യുന്നു. നിങ്ങൾ ഓൾറെഡി ഒരു തവണ പഠിച്ച ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 100 ക്വസ്റ്റ്യൻ ഒരു ദിവസം ചെയ്യുന്നു. അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നു റിവിഷന് വേണ്ടിയാണ് ഈ 100 എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാവും, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് 80 ആക്കാം, 70 ആക്കാം, മിനിമം 50 ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ അതിൽ ഒരു 30 ക്വസ്റ്റ്യൻ നിങ്ങൾ അരിത്തമെറ്റിക്കൽ, ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് ചെയ്തു. അടുത്തത് ഒരു 30 ക്വസ്റ്റ്യൻ ഓൾജിബ്ര ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു, ബാക്കി 10 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ SI CA ചെയ്യാം, ടൈം ആൻഡ് വർക്ക് ചെയ്യാം, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചെയ്യാം, ആവറേജ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷെ ഇത് എങ്ങനെയുള്ള ആൾക്കാർക്കാണ്, ഒരു വട്ടം പഠിച്ച ആൾക്കാർക്കാണ്. ഒരു തവണ എങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത ആൾക്കാർക്ക് പിനാക്കിളിൻ്റെ ബുക്ക് എടുത്ത് എന്ത് ചെയ്യാം, പിനാക്കിളിൻ്റെ ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കാം. പഠിച്ചവർക്കാണ് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തവണ സിലബസ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അല്ലാത്തൊരു ബിഗിനേഴ്സിന് ഇത് ചെയ്യാൻ പറ്റില്ല. ബിഗിനേഴ്സിന് ക്ലാസ്സുകൾ കാണുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ എന്നിട്ട് ഇതെന്ത് ചെയ്യാം, ഇത് ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കാം. അഡ്വാൻസ് മാത്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം ചെയ്താൽ മതി, 30 ക്വസ്റ്റ്യൻ ചെയ്ത് പോയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 30 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഏതൊക്കെ ചാപ്റ്റർ ആണോ അതിൻ്റെ ക്ലാസ് നോട്ട്സ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് നോട്ട്സിൽ നിന്നും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചപ്പോൾ ഉള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് റിവൈസോടെ ഒരു 10-15 മിനിറ്റിൽ അത് ഒരു റിവിഷനൂടെ നടത്താം. ഒന്ന് ഓടിച്ച് എഴുതി പെട്ടെന്ന് ചുമ്മാ എല്ലായിരുന്നു ഹാൻഡ് റൈറ്റിംഗിൽ എഴുതണമെന്നല്ല, അല്ലെങ്കിൽ എല്ലായിരുന്നു വായിച്ച് നോക്കണമെന്നല്ല, ജസ്റ്റ് പെട്ടെന്ന് അതിൻ്റെ മേളിൽ കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റ് റിവൈസ് ചെയ്യാം. ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാന്നുള്ളത് നിങ്ങളുടെ തന്നെ കയ്യിലുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളെ എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ക്ലാസ്സും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്ഷണൽ ടെസ്റ്റുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷനിലേക്ക്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് കിട്ടുന്ന ആപ്ലിക്കേഷനിലേക്ക് സെക്ഷണൽ ടെസ്റ്റുകൾ എന്ത് ചെയ്യാം, നിങ്ങളെ ഒരുപാട് സഹായിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കിട്ടുന്ന ആപ്ലിക്കേഷനുകളുണ്ട്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ടൈമർ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ 60 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ കറക്റ്റ് വേയിൽ വരുന്നവരാണെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2 മാസം. അതുപോലെ സെക്ഷണൽ ടെസ്റ്റുകൾ മാക്സിമം നിങ്ങൾ ചെയ്യുക, സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക. അതുപോലെ ഫുൾ ടെസ്റ്റുകൾ എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ സെക്ഷനിൽ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. തെറ്റുകൾ കണ്ടെത്തുക, അനാലിസിസ് കറക്റ്റായിട്ട് നടത്തുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തെറ്റിയത്, ഇതിലും വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് ഓരോ ക്വസ്റ്റ്യനിലും എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് സ്ട്രാറ്റജി കാര്യങ്ങളായിട്ട് പറയുന്നില്ല. ഇന്റർമീഡിയറ്റ് ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. ക്ലാസ് എടുക്കാമെങ്കിൽ അത്രയും കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു 100 ക്വസ്റ്റ്യൻസിന് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലാസ്സിൽ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ചെയ്യുന്ന പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുക, കൂട്ടുക. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എത്ര ക്ലാസ് കാണുന്നു എന്നുള്ളതിലല്ല, എത്ര തവണ ക്ലാസ് കണ്ട് അത് കേൾക്കുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾ സ്വന്തമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, സ്വന്തമായിട്ടുള്ള പ്രാക്ടീസിനാണ് എപ്പോഴും
എപ്പോഴും എന്തെന്ന് പറയുന്നത് വില എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള പ്രാക്ടീസ് നിങ്ങൾ നിങ്ങളുടെ 100% എന്ത് ചെയ്യുക കൊടുക്കുക. ഇനി അടുത്തൊരു ലെവലിലുള്ള ആൾക്കാരാണ് പ്രോ ലെവൽ ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് ലെവൽ ആൾക്കാർ. ഓക്കെ, അഡ്വാൻസ് ലെവൽ ആൾക്കാർ. അപ്പോൾ അഡ്വാൻസ് ലെവൽ ആൾക്കാർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയാം, കാൽക്കുലേഷൻ എന്ത് ചെയ്ത് കാണും, അവർ ഓൾറെഡി ഡെയിലി ചെയ്യുന്നവരായിരിക്കും. CGL 2024 തന്നെ ചെറിയ സില്ലി മിസ്റ്റേക്കുകൾ കാരണം പ്രശ്നം പറ്റിയ ആൾക്കാരാണ്. ഞാൻ ഇപ്പോഴും എടുത്തു പറയുവാണ്, സില്ലി മിസ്റ്റേക്ക്. ഫുൾ മാർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നല്ല മാർക്ക് 40+ വാങ്ങാൻ പറ്റിയിട്ടും ചെറിയ മിസ്റ്റേക്കുകൾ കാരണം, അല്ലെങ്കിൽ ചെറിയ എന്താ ഭാഗ്യക്കേട് കാരണം പ്രശ്നം വന്ന ആൾക്കാർ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, അവർ കാൽക്കുലേഷനൊക്കെ സെറ്റായി ചെയ്യുക. അതുപോലെ അവർക്കും ക്ലാസ് എന്ത് ചെയ്യാം, ക്രാഷ് കോഴ്സ് അവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും. അവരും എന്ത് ചെയ്യുക, ഇതുപോലെ മിനിമം 100 ക്വസ്റ്റ്യൻ അവർ ചെയ്തിരിക്കണം. ആ 100 ക്വസ്റ്റ്യൻ ഇതേ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. 100+ അവർ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ 200 ക്വസ്റ്റ്യൻ വരെ ഡെയിലി ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ 100 150 നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് എത്തുക. എന്നിട്ട് ഇതേ കാര്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈമർ ഇട്ട് ചെയ്യുക. അഡ്വാൻസ് ലെവലായിട്ടുള്ളൊരു ടൈമർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ടൈമർ ഇട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സെക്ഷണൽ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുക. സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ടെസ്റ്റുകൾ, നിങ്ങളുടെ ഗുണം എന്താണ്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഈ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക്. പിന്നെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പരിചയപ്പെടാൻ പറ്റും. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അല്ലാതെ ഈ 2 മാസം കൊണ്ട് നമുക്ക് ഫുൾ സിലബസ് ഇരുന്ന് ക്ലാസ്സുകൾ അങ്ങനെ കണ്ട് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾ മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ക്ലാസ് ഒരു ദിവസം 10 ക്ലാസ് കണ്ടു, അടുത്ത ദിവസം 10 ക്ലാസ് കണ്ടു, അങ്ങനെ നിങ്ങൾ ഒരു മാസം കൊണ്ട് തീർത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അത് ഒരു ക്ലാസ് കണ്ട് അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങളുടെ തലയിൽ ഉറക്കണമെങ്കിൽ അടുത്ത ദിവസം ആവും. അതാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ മുതിരേണ്ട ആവശ്യമില്ല. അങ്ങനെ മുതിരുന്നവരെന്തായിരിക്കും, അടുത്ത CGL വേണ്ടിയായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതൊരു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് ലെങ്തിയർ ആയിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റ്, ഇത് ഏറ്റവും ബെസ്റ്റാണ്. അഡ്വാൻസ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നവർ ഈ ആവർത്തിച്ച ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് വളരെ മസ്റ്റായിട്ട് കാണേണ്ടതാണ്. ഇങ്ങനൊരു സീരീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സീരിയസ് ആയിട്ടുള്ളവർ അത് കാണണം. അതുപോലെ തന്നെ ഇതെല്ലാം റാങ്ക് മേക്കിംഗ് സീരീസ് ഒക്കെ കണ്ടവർക്ക് അറിയാം എൻ്റെ ക്വാളിറ്റി, ഈ ക്രാഷ് കോഴ്സ് ഒക്കെ കണ്ടവർക്ക് അറിയാം എൻ്റെ ക്വാളിറ്റി. അതെല്ലാം കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഈ CGL 2025 നന്നായിട്ട് എഴുതി അടുത്ത വർഷം തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.